ലോഗോസ് ക്വിസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലെ 25 ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം. ചോദ്യം 1. യേശു 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ എന്താണ് കൊടുത്തത്? ഉത്തരം: അധികാരവും ശക്തിയും. ചോദ്യം 2. യേശു ഏത് പട്ടണത്തിലേക്കാണ് അപ്പസ്തോലന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: ബെത്സയിദ. ചോദ്യം 3. നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: 12 പേരും യേശുവിനോട്. ചോദ്യം 4. 5 അപ്പവും 2 മീനും എടുത്ത് ആശീർവദിച്ച് മുറിച്ച് വിളമ്പാനായി യേശു ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം: ശിഷ്യന്മാരെ. ചോദ്യം 5. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വെണ്മയോടെ ശോഭിച്ചത്? ഉത്തരം: യേശുവിൻ്റെ വസ്ത്രം. ചോദ്യം 6. ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു എവിടേക്ക് പോകാനാണ് ഉറച്ചത്? ഉത്തരം: ജെറുസലേം. ചോദ്യം 7. കർത്താവ് 72 പേരെ തെരഞ്ഞെടുത്ത് എവിടേക്കാണ് അയച്ചത്? ഉത്തരം: താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. ചോദ്യം 9. ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. ഏത് ദിവസത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്? ഉത്തരം: ദൈവരാജ്യം സമീപിക്കുന്ന ദിവസം. ചോദ്യം 10. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം: 72 പേരും തിരിച്ചു വന്ന്. ചോദ്യം 11. സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് എന്ത്? ഉത്തരം: സാത്താൻ. ചോദ്യം 12. ഏത് അദ്ധ്യായത്തിലാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: അദ്ധ്യായം 10. ചോദ്യം 13. ആരിൽ നിന്നാണ് നല്ല ഭാഗം എടുക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്? ഉത്തരം: മറിയം. ചോദ്യം 14. അർദ്ധരാത്രി ഒരുവൻ സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് എത്ര അപ്പമാണ് വായ്പ ചോദിക്കുന്നത്? ഉത്തരം: 3. ബേൽസെബൂൽ ആരാണ്? ഉത്തരം: പിശാചുക്കളുടെ തലവൻ. ചോദ്യം 16. ആരാണ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞ് നടക്കുന്നത്? ഉത്തരം: അശുദ്ധാത്മാവ്. ചോദ്യം 17. ആരാണ് ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. ചോദ്യം 18. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പ്രഘോഷിക്കപ്പെടുന്നത് എവിടെ ആണ്? ഉത്തരം: പുര മുകളിൽ. ചോദ്യം 19. എവിടെയാണ് ഒന്നും വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത്? ഉത്തരം: ദൈവസന്നിധിയിൽ. ചോദ്യം 20. അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ധനികൻ പറഞ്ഞത് ആരോടാണ്? ഉത്തരം: ആത്മാവിനോട്. ചോദ്യം 21. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ ആരാണ് രക്തം കലർത്തിയത്? ഉത്തരം: പീലാത്തോസ്. ചോദ്യം 22. ദൈവരാജ്യം എന്തിനോടാണ് സദൃശം? ഉത്തരം:
ഒരുവൻ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക്? ചോദ്യം 23. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എന്തിനു കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: എൻ്റെ ശിഷ്യനായിരിക്കാൻ. ചോദ്യം 24. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം 25. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി നാവ് തണുപ്പിക്കാനായി ആരെ അയക്കാനാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം: ലാസറിനെ. വീണ്ടും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.